ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം സ്മോക്കിംഗ് ടെക്നിക്ക് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നമുക്കത് ചുരിദാറിലൊക്കെ കയറ്റണമെന്ന്. ഞാനിപ്പോൾ ചുരിദാറിൽ കയറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാനായിട്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പമാണ്, പക്ഷെ ഈ സ്മോക്ക് ചെയ്യുന്ന പരിപാടി ഇത്തിരി ടഫാണ് കേട്ടോ. എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, ഇത്തിരി പാട് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി നല്ലോണം ക്ഷമ വേണം ഇത് കുറച്ചു നേരം ഇരുന്ന് ചെയ്തുണ്ടാക്കാനായിട്ട്. എങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല കാര്യം തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചത്. ചുരിദാറിൻ്റെ നെക്കിലേക്ക് നമ്മൾ ഇതെങ്ങനെയാണ് കയറ്റുന്നത്, ഞാൻ ചുരിദാറിലും സ്ലീവിൻ്റെ അറ്റത്തുമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അതെങ്ങനെയാണ് കയറ്റുന്നതെന്നാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ചുരിദാർ മുഴുവൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഇതെങ്ങനെയാണ് ഫ്രണ്ട് നെക്കിലേക്ക് കയറ്റുന്നതെന്നും സ്ലീവിൽ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നിങ്ങൾ ഇതെങ്ങനെ ചെയ്യണം എന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരാൾ എൻ്റെ ആദ്യത്തെ സ്മോക്കിംഗ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം അതെന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ചെയ്തത് എന്ന് കാണിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ചുരിദാറിൽ പിടിപ്പിക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ ആദ്യത്തെ എൻ്റെ വീഡിയോ തന്നെ കാണണം. ഞാൻ ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് ആവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ സ്മോക്കിംഗ് ടെക്നിക്ക് ചെയ്യാനായിട്ട് ഞാൻ തുണിയിൽ വരച്ചെടുത്തു. ഞാനത് ഓരോ കോളംസും ചെയ്തിരിക്കുന്ന 1/2 ഇഞ്ച് വിഡ്ത്തിലാണ് കോളംസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാനത് റെഡിയാക്കി എടുത്തതാണ്. ഇത് നമ്മുടെ ചെസ്റ്റ് പോർഷനിലേക്ക് വെക്കാനും ഇത് നമ്മുടെ സ്ലീവിൻ്റെ പോർഷനിലേക്ക് വെക്കാനുമായിട്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇത് ഞാനൊരു 7 കോളം വരച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഇതൊരു 20 കോളംസ് ലൈൻസ് വരച്ച് അതിനെ 1/2 ഇഞ്ച് വിഡ്ത്തിൽ ഉള്ള കോളങ്ങളായിട്ട് തിരിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. മെത്തേഡെല്ലാം ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുള്ളവർ ആ ഒരു വീഡിയോ ആദ്യമേ തന്നെ ഒന്ന് കണ്ടിട്ട് വേണം ഇത് ചെയ്ത് നോക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതതിൻ്റെ ചെസ്റ്റ് പോർഷനാണ്. അതാണ് എൻ്റെ ഫ്രണ്ട് പാർട്ടിലേക്ക് ഞാനിപ്പോൾ കയറ്റി കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ചെയ്തപ്പം എനിക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ ആദ്യമേ ചെയ്തത് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഞാനിത് കോളമൊക്കെ വരച്ചു, കുറച്ചധികം കോളമൊക്കെ വരച്ചതാണ്. പക്ഷെ അത് ഞാൻ ചെയ്തത് ചോക്കിലാണ് ചെയ്തത്. ചോക്കിൽ ചെയ്തപ്പോഴത്തേക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് കുറച്ചായപ്പോൾ ഈ വരച്ച പാടുകളെല്ലാം പോയി. ഞാൻ പെൻ യൂസ് ചെയ്യാതിരുന്നത് ഇത് നമ്മൾ ചുരിദാറിലേക്ക് ആകുമ്പോൾ പിന്നെ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ചെയ്ത് പോയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ പെൻ യൂസ് ചെയ്യാണ്ട് ചോക്ക് തന്നെ യൂസ് ചെയ്തത്. പക്ഷേ അത് അബദ്ധമായി. പകുതി എത്തിയപ്പോൾ ഇതെല്ലാം മാഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റാണ്ടായി. അത് കാരണം ഞാനത് അവിടെ വെച്ച് നിർത്തി. ഇത് സ്ലീവിലേക്ക് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ ഇത്രയും വീതിയിൽ എടുക്കുന്നില്ല, ഇത് 3 ലൈൻസേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതവിടെ വെച്ച് നിർത്തി ഞാൻ രണ്ടാമത് വീണ്ടും ചെസ്റ്റ് പോർഷനിലേക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അത് ഞാൻ പെൻസിൽ വെച്ച് വരച്ചത് നന്നായിട്ട് നിന്നു. നമുക്ക് ചെയ്യാനും എളുപ്പമാണ്. കാണാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത്തിരി ക്ഷമയോടെ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി ടൈമും എടുക്കും. അപ്പോൾ നമ്മൾ വര ശരിയായില്ലെങ്കിൽ നമുക്കൊന്നും കണ്ണിന് പിടിക്കില്ല. അപ്പം തന്നെ നമുക്ക് ആകെപ്പാടെ ഫെഡപ്പായി പോവും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഈ തുണിയുടെ നീളം എന്ന് പറയുന്നത് 25 ഇഞ്ച് നീളത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ആ തുണിയുടെ 48 ഇഞ്ച് വിഡ്ത്ത് ഫുൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലാണ് ഞാനിപ്പോൾ ചെസ്റ്റ് പോർഷനിലേക്ക് വേണ്ടത് എടുത്തേക്കുന്നത്. സ്ലീവ് പോർഷനിലേക്കുള്ളത് അറ്റത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഇത് ഞാൻ നല്ല വശത്ത് ഈ തുണിക്ക് പിന്നെ പ്രത്യേകിച്ച് നല്ല വശവും ചീത്ത വശമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കുഴപ്പമില്ലാണ്ട് വന്നത്.
ഇത് ചെസ്റ്റിൻ്റെ പോർഷൻ ഞാൻ നല്ല വശത്ത് ഇവിടെ വരച്ച് ഇവിടെ ചെയ്തു. പക്ഷേ ഞാൻ സ്ലീവിലേക്ക് ചെയ്തപ്പോൾ ഞാൻ വരച്ചത് അപ്പുറത്തായിപ്പോയി, അല്ല ഇവിടെ ആയിപ്പോയി. അപ്പം വന്നപ്പം വർക്ക് ബാക്കിലേക്ക് ആയിപ്പോയി. അപ്പോൾ പക്ഷേ എനിക്കത് കുഴപ്പമില്ല, കാരണം തുണി രണ്ടും ഒരേപോലെ ഇരിക്കുന്ന കാരണം, നല്ല വശവും ചീത്തവശവും ഒരേപോലെ ഇരിക്കുന്ന കാരണം എനിക്ക് ആ ഒരു പ്രശ്നം വന്നില്ല. പക്ഷെ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളത് നോക്കിയിട്ട് തന്നെ ചെയ്യണം, നല്ല വശം നോക്കി തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത് ഞാൻ ചുരിദാർ ഇപ്പോൾ വെട്ടി വെച്ചിട്ടുണ്ട്. ചുരിദാർ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ ചുരിദാർ വെട്ടി വെച്ചു. ഇതെൻ്റെ ഫ്രണ്ട് പീസാണ്. ഈ ഫ്രണ്ട് പീസിൽ ഞാൻ നെക്ക് സ്റ്റിഫിലെടുക്കും. ആ സ്റ്റിഫിലെടുത്ത് ഇത്രയും ഭാഗത്തേക്കാണ് ഞാനിത്, ഈ കഴുത്ത് വിട്ടിട്ട് ബാക്കിയുള്ള ഇത്രയും ഭാഗത്തേക്കാണ് ഞാൻ ആ സ്മോക്ക്ഡ് പീസ് കയറ്റാൻ പോകുന്നത് ചെസ്റ്റിൻ്റെ പോർഷനിൽ. ആദ്യം സ്റ്റിഫ് എങ്ങനെയാണ് എടുക്കണമെന്ന്, എത്ര വിടത്തിലാണ് എടുക്കണമെന്നും ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കഴുത്തിന് വേണ്ടിയിട്ട് സ്റ്റിഫിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ലെങ്ത് വേണ്ടത് 16 ഇഞ്ചാണ്. 16 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചിലാണ്. 4 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. എനിക്ക് കഴുത്തിറക്കം വേണ്ടത്, നെക്കിൻ്റെ ഇറക്കം, നെക്ക് ഡെപ്ത് വേണ്ടത് 5 ഇഞ്ചാണ്. അപ്പം ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാനത് ഒരു സ്ക്വയർ ആക്കുകയാണ്. വൈഡ് വേണ്ടത് 4. ഇതാണ് എൻ്റെ കഴുത്തിൻ്റെ ഭാഗം. പിന്നെ എനിക്ക് സ്മോക്കിംഗ് കയറ്റാനായിട്ട് കുറച്ച് ഭാഗം കൂടി താഴത്തേക്ക് വേണം. അതാണ് ഞാനിപ്പോൾ ടോട്ടൽ 16 ഇഞ്ചായിട്ട് എടുത്തേക്കുന്നത്. എനിക്ക് അതിനകത്ത് വിഡ്ത്ത് വേണ്ടത് 3 ഇഞ്ച് വിഡ്ത്തിലേക്കാണ് ഞാൻ കയറ്റുന്നത്. 3 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ മടക്കിയാണ് സ്റ്റിഫ് എടുത്തേക്കുന്നത്. അപ്പോൾ ടോട്ടൽ 6 ഇഞ്ച് വിഡ്ത്തിലാണ് ഫ്രണ്ടിലത്തെ ചെസ്റ്റ് പോർഷനിൽ ഞാൻ ആ സ്മോക്കിംഗ് പോർഷൻ കയറ്റുന്നത്. അപ്പം 3 ഇഞ്ച് വിഡ്ത്ത് ഇവിടെ എടുത്തു. ഇത് ഈ കഴുത്തിൻ്റെ താഴേക്ക് വരുന്ന ഈ ഭാഗത്ത് 3 ഇഞ്ച് എടുത്തു. ഇവിടെ 16 ഇഞ്ചിൻ്റെ അവിടെയും 3 ഇഞ്ച് എടുത്തു. എന്നിട്ട് ഞാനതൊരു അടുത്ത ബോക്സായിട്ട് വരയ്ക്കുകയാണ്. അടുത്ത ബോക്സായിട്ട് വരച്ച് എടുത്തു. എന്നിട്ട് ഞാൻ ഇതിനെ, ഈ ആദ്യത്തെ എൻ്റെ നെക്ക് പോർഷനെ ഞാനൊരു സ്ക്വയർ യു ആയിട്ട് വരയ്ക്കാൻ പോവാണ്. സ്ക്വയർ യു ആയിട്ട് വരച്ചു. എന്നിട്ട് ഈ താഴത്തേക്കുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈനെ ഞാനത് ആ നെക്കിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. കണ്ടോ? വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന് ഈ ഒരു പീസിനെ ഇങ്ങനെ വെട്ടിയെടുക്കും. എന്നിട്ട് ഇവിടെ 1 ഇഞ്ച് വിഡ്ത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ദേ വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെട്ടിയെടുക്കും. ഇപ്പം ഞാൻ ഔട്ട്ലൈൻ ജസ്റ്റ് ഒരു പ്രത്യേകിച്ച് വരയൊന്നും ഇല്ലാണ്ട് ഒരു ആവറേജ് 1 ഇഞ്ച് വെച്ച് ഞാനങ്ങനെ വെട്ടുമായത്. അതല്ല നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഉൾവശത്തെ അത് കറക്റ്റായിട്ട് വരണം. അപ്പോൾ നമ്മൾ അത് ചെയ്യണതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകരുത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കട്ട് ചെയ്തെടുക്കുക. ഇവിടുത്തെ നമ്മുടെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്, മറക്കരുത്. ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചുമാണ്. 4 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഇറക്കം 5 ഇഞ്ച്. ടോട്ടല് വന്നേക്കുന്നത് 16 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഉണ്ടില്ല, നിങ്ങൾക്ക് ഒന്നുകൂടി സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ
ഒന്നുകൂടി കാണിച്ചു തന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കഴുത്തിലേക്ക് നമ്മൾ ആദ്യം ഇത് തുണിയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്ത് ഈ സ്റ്റിഫ് നമ്മൾ തുണിയിലേക്ക് അയൺ ചെയ്ത് ഒട്ടിച്ച് വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഒരു സൈഡ് നമ്മൾ അയൺ ചെയ്തിട്ട് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തത് 4 ഇഞ്ചാണ്. അത് നമ്മൾ അപ്പം 4 ഇഞ്ച് വിടർത്തി വരുമ്പോൾ 8 ഇഞ്ച് നമ്മൾ എടുത്ത് കറക്റ്റാണെന്ന് നോക്കിയിട്ടേ നമ്മൾ ഒട്ടിക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആ സ്മോക്കിംഗ് പീസ് വെക്കാനായിട്ട് താഴത്തേക്ക് എടുത്തേക്കുന്നത് 3 ഇഞ്ച് വിട്താണ്. അവിടെ ആ 3 ഇഞ്ച് വിടർത്തി വരുമ്പോൾ 6 ഇഞ്ചാണ്. അപ്പോൾ ആ 6 ഇഞ്ചിൻ്റെ വിട്ത്ത് കറക്റ്റ് അല്ലേന്ന് നോക്കിയിട്ട് വേണം അയൺ ചെയ്ത് നമ്മൾ തുണിയിലേക്ക് ഒട്ടിക്കാനായിട്ട്. ഫ്രണ്ട് പീസ് നെക്കും ബാക്ക് പീസ് നെക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ ഞാൻ വൈഡ് 4 ഇഞ്ച് തന്നെ എടുത്തേക്കുന്നത്, ഇറക്കം 5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ പോലെ തന്നെ ഇറക്കമൊക്കെ. ഇതിപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചു. എല്ലാ കഴുത്തിൻ്റെ നെക്കിൻ്റെ മുകളിലത്തെ പോർഷനും കൈയുടെ പോർഷനും ഒക്കെ ജോയിൻ ചെയ്ത് ലൈനിങ്ങിലേക്ക് വെച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുത്ത് പിടിപ്പിക്കുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോവും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുന്നത്. ഇനി അതിൻ്റെ കറക്റ്റ് ഹാഫ് എടുത്തിട്ട് നമ്മൾ 2 സൈഡും കറക്റ്റ് ഹാഫ് എടുത്ത് സെൻറ്റർ മാർക്ക് ചെയ്യുക. അതുപോലെ ഈ സ്റ്റിഫ് ഒട്ടിച്ചെടുത്ത തുണിയുടെയും കറക്റ്റ് ഹാഫ് എടുത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് താഴേക്ക് ഒരു 16 ഇഞ്ച് വരെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഹാഫ് കിട്ടാനായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിഫ് ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്ത പോർഷനുകൾ കറക്റ്റ് ഒരുമിച്ച് വരുന്ന പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്കും ഇതിൻ്റെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത് കറക്റ്റ് ഹാഫിലല്ലേ വരുന്നതെന്ന് നോക്കി അതും കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിൻ ചെയ്യുക. നമ്മൾ പിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഈ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമുക്ക് കഴുത്ത് കിട്ടാണ്ട് വരും. നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു സ്റ്റിഫ്. ഇനി ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ വശത്താണ് നമ്മൾ നമ്മുടെ സ്മോക്ക്ഡ് പീസ് കയറ്റിക്കൊണ്ടുവരുന്നത്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ തയ്യൽ തുമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിടുമ്പോൾ അത് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കണം. നിങ്ങൾ നമ്മളത് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം ഇങ്ങനെ ഒരു പോർഷൻ കിട്ടി. ഇനി ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ ആ സ്മോക്ക്ഡ് പോർഷൻ എടുത്ത് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്മോക്ക്ഡ് പോർഷൻ ആണ്. അതിലേക്ക് നമ്മൾ ഈ നെക്ക് അടിച്ച പോർഷൻ എടുത്ത് വയ്ക്കുകയാണ്. മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കണമെന്നേ ഉള്ളൂ. ഇവിടെ എനിക്ക് ഒരു പൈപ്പിംഗ് കൂടി കൊണ്ടുവരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇതെടുത്ത് ഇതിലേക്ക് വെച്ച് നമ്മുടെ കഴുത്ത് ഇവിടെ മടക്കി അടിച്ച് ലൈനിങ്ങുമായിട്ട് ഈ പീസ് ഇങ്ങനെ വരണം. മനസ്സിലായോ? ഓക്കെ, ഞാൻ പൈപ്പിംഗ് ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പം ഞാൻ സ്മോക്ക്ഡ് പീസിന് ഫ്രണ്ടിലത്തെ പീസിന് എടുത്തു. ഇനി ഞാൻ ഇവിടെ വേറൊരു ലൈനിങ് പീസ് വെച്ചിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് ഇതിനെ മറിച്ചിടാൻ പോവാണ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നല്ല കറക്റ്റായിട്ട് കിട്ടും. പഠിച്ചിട്ടില്ല, ഞാൻ അടിക്കാൻ പോവാണ്. ലൈനിങ്ങുമായിട്ട് വെച്ചടിക്കുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചരിഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ഭാഗവും ചരിഞ്ഞിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം അടിക്കാൻ. പിന്നെ തള്ളി കിടക്കുന്ന തുണികൾ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ആ ലൈനിങ്ങിലേക്ക് തന്നെ ആ തയ്യൽ തുമ്പ് പതിച്ചടയ്ക്കുക. കാരണം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് സ്മോക്കിങ്ങിൻ്റെ മുകളിൽ കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പതിഞ്ഞു പോവും.
അതും ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിനി സ്മോക്കിങ്ങിൻ്റെ 4 സൈഡും ലൈനിങ്ങിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പൈപ്പിങ് കൊടുത്തു. ലൈനിങ് ഇടാണ്ടാണ് പൈപ്പിങ് കൊടുത്തത്. അതുകൊണ്ട് പൈപ്പിംഗ് ത്രെഡിൻ്റെ ഒരു വൈറ്റിഷ് കളർ വന്നു. ഞാനതൊരു ബോർഡറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. നമ്മുടെ ഡിസൈൻ ഇതിനകത്ത് വരും. നമ്മൾ സ്മോക്ക്ഡ് പീസ് ചെസ്റ്റ് പോർഷൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് അതിൻ്റെ വിഡ്ത്ത് നമ്മൾ നോക്കണം. നമ്മൾ 6 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിരുന്നത്. ആ കറക്റ്റ് 6 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ട് നമ്മളത് പിൻ ചെയ്ത് വെക്കണം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് മാറിപ്പോവും. അതുകൊണ്ട് മുകളിലും താഴെയും 6 ഇഞ്ച് വെച്ചുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പിൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 സൈഡും അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. നമ്മൾ ആ ഒരു സ്മോക്ക്ഡ് പീസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവിൻ്റെ പാർട്ടിലേക്ക് എങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ സ്ലീവ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ അറ്റത്തൊരു 1.5 ഇഞ്ചിലാണ് നമ്മൾ സ്മോക്ക്ഡ് പീസ് കയറ്റുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ ലൈനിങ് കട്ട് ചെയ്തപ്പോഴത്തേക്കും 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ സ്മോക്ക്ഡ് പീസ് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിലും താഴെയും പൈപ്പിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ നല്ല പീസ് സ്ലീവിൻ്റെ എടുക്കുക. ലൈനിങ്ങോടുകൂടിയല്ല, ലൈനിങ് ഇല്ലാണ്ട് നല്ല പീസിലേക്ക് മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ ഈ സ്മോക്ക്ഡ് പീസ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ നല്ല പീസിൻ്റെ സൈഡിലേക്ക് നമ്മൾ ആദ്യമേ ഞാൻ 2 സൈഡിലും പൈപ്പിംഗ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആദ്യം പൈപ്പിംഗ് കൊടുത്തിട്ട് ആണ് സ്മോക്ക്ഡ് പീസ് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ സ്മോക്ക്ഡ് പീസ് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു മടക്കുകളൊക്കെ അങ്ങനെ മടക്കി തന്നെ കൊടുത്ത് ജോയിൻ ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാ വന്ന പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ചിട്ടിട്ട് ഇനി നമ്മൾ ലൈനിങ് അതിനോട് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷനിലേക്കാണ് നമ്മളിനി ആ ലൈനിങ് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സ്ലീവിൻ്റെ അറ്റത്ത് വരുന്ന ഈ എക്സ്ട്രാ പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഈ ലൈനിങ് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ എക്സ്ട്രാ വരുന്ന പീസുകൾ കട്ട് ചെയ്ത് കളഞ്ഞ് എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ പൈപ്പിങ് വെച്ച് കൊടുക്കണം. പൈപ്പിങ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് ഉള്ളിൽ നിന്ന് തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്മോക്കിങ്ങിലേക്ക് സ്റ്റിച്ചിങ് വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പൈപ്പിങ്ങും കൂടി നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണി സ്ലീവിൻ്റെ കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സ്ലീവും ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പാർട്ടുകൾ ജോയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ ഫ്രണ്ടിൻ്റെ ടോപ്പ് പീസിൻ്റെ പണിയും സ്ലീവിൻ്റെ 2 പീസിൻ്റെ പണിയും കഴിഞ്ഞു. രണ്ടും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മളൊരു സാധാരണ ചുരിദാർ ചെയ്യണ പോലെ തന്നെ ഫ്രണ്ട് പീസ് ബാക്കുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവ് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും പുതിയ വീഡിയോസുകളായിട്ട് വരും. ഓക്കെ, അപ്പം താങ്ക് യു. എല്ലാവരും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സ്മോക്കിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിക്കോളണം, മറക്കരുത്. ഓക്കെ, താങ്ക് യു.